നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് തന്നെയെന്ന് ഉറപ്പിച്ച് പാലക്കാട് നഗരസഭ. എന്ത് പേര് നൽകണമെന്നത് നഗരസഭാ ചെയർപേഴ്സന്റെ വിവേചനാധികാരമാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു. കേസിന് പോയാൽ പ്രതിപക്ഷം തോറ്റു തുന്നം പാടുമെന്നും ഇ കൃഷ്ണദാസ് പറഞ്ഞു. ഇത് 6 മാസം മുമ്പ് തന്നെ ഇത്തരത്തിലൊരു സ്ഥലമുണ്ടെന്നും ആ സ്ഥലത്ത് ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കൗൺസിലിൽ വന്ന് അത് അജണ്ട പാസ്സാക്കിയതാണ്. ഏത് വിധത്തിൽ വേണം ഇത്, ആരാണ് ഇതിൻ്റെ ഡിസൈൻ ആരാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് എന്ന സംഘടന സൗജന്യമായിട്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പേര് നൽകുന്നതിനെ സംബന്ധിച്ച് ചെയർപേഴ്സൻ്റെ മുൻകൂർ അനുമതിയോടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൊലവിളി നടത്തിയെന്ന് ആരോപിച്ച് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെതിരെ കോൺഗ്രസ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ അറക്കൽ, നേരത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തി തീരുമാനിച്ച പ്രകാരം തന്നെ RSS സ്ഥാപകൻ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് തന്നെയായിരിക്കും നൈപുണ്യ കേന്ദ്രത്തിനെന്ന് ഉറപ്പിക്കുകയാണോ പാലക്കാട് നഗരസഭ? സുജി, അതായത് ഈ കൗൺസിൽ ചേർന്ന് അജണ്ടയിൽ വെച്ചാണ് ഈ പേര് നൽകിയത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ തന്നെ കോൺഗ്രസും CPM-ഉം എല്ലാം വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയത്. പക്ഷേ എന്ത് പ്രതിഷേധം നടന്നാലും ഈ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകും എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭ അധികൃതർ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ നഗരസഭ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ഇ കൃഷ്ണദാസ് റിപ്പോർട്ടിലൂടെ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്ത് പേര് നൽകണം എന്നുള്ളത് നഗരസഭാ ചെയർപേഴ്സന്റെ വിവേചന അധികാരമാണ്. ഹെഡ്ഗേവാറിന് പേര് നൽകുന്നു എന്നത് എവിടെയും മറച്ചു വെച്ചിട്ടില്ല. മുൻ കൗൺസിലുകളിൽ വിഷയം ചർച്ച ചെയ്ത് പാസാക്കിയെന്നാണ് ഇപ്പോൾ നഗരസഭാ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ഇ കൃഷ്ണദാസ് പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നലെ തന്നെ ഈ RSS നേതാവിന്റെ പേര് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടി നടത്തുമെന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ കേസുമായി പോയാൽ പ്രതിപക്ഷം തോറ്റു തുന്നം പാടുമെന്നാണ് ഈ വിഷയത്തിൽ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ഇ കൃഷ്ണദാസിന്റെ പ്രതികരണം. ഏതായാലും ഇന്നലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് BJP കോൺഗ്രസ് ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. അതായത് ഈ പുതിയ ഈ ഒരു നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം കോൺഗ്രസ് MLA-യുടെ നേതൃത്വത്തിൽ അലങ്കോലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു BJP-യുടെ പ്രതിഷേധം. ആ BJP-യുടെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ BJP ജില്ലാ അധ്യക്ഷനെതിരെ പരാതിയുമായി ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചിട്ടുള്ളത്. ജില്ലയുടെ സമാധാന അന്തരീക്ഷം BJP മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പാലക്കാട് SP-ക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഏതായാലും ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വീണ്ടും പാലക്കാട് വിവാദം കൊഴുക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ BJP-ക്കിടയിൽ തന്നെ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഈ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ ഒരു ഭിന്നത ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. BJP RSS നേതൃത്വങ്ങളുടെ അനുമതി വാങ്ങാതെയാണ് നഗരസഭ ഇത്തരത്തിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന് കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയെന്നാണ് ഇപ്പോൾ BJP-ക്കകത്തെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. RSS ദേശീയ നേതാക്കളുടെ പേര് ഒരു കേന്ദ്രത്തിന് നൽകുമ്പോൾ അതിന് കൃത്യമായി തന്നെ അനുമതി നേതൃത്വത്തിന് വാങ്ങണം. അത്തരത്തിലൊരു അനുമതി വാങ്ങാതെയാണ് നഗരസഭ ഇത്തരത്തിൽ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് ഒരു കേന്ദ്രത്തിന് നൽകാനുള്ള തീരുമാനം എടുത്തു എന്നാണ് BJP-ക്കകത്ത് ഇപ്പോൾ ഒരു ഭിന്ന സ്വരമായി ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.